നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ഒരു പണ്ടത്തെ പത്രക്കട്ടിങ്ങാണ്. ജന്മഭൂമിയിലായിരുന്നു ആ പത്രവും ചിത്രവും ഒക്കെ തന്നെ വന്നത്. വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കിയ ചടങ്ങിൽ തന്നെ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. എൻ വാസു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സ്ഥാനമേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ തെളിയിച്ച നിലവിളക്ക് കരിന്തിരി കത്തി അണഞ്ഞിരുന്നു. കരിന്തിരി, അതുപോലെ തന്നെ തീ അണയൽ, അനിഷ്ടം, അതൊക്കെ തന്നെ ഹിന്ദുക്കളായ അനവധി വിശ്വാസികൾ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ വിശ്വസിക്കാത്തവർ, അതിനെ പുച്ഛിച്ചു തള്ളുന്നവർ നിരവധിയുണ്ട്. അത്തരക്കാരുടെ അഭിപ്രായത്തിനും അവർക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്, ആയിക്കോട്ടെ. വിശ്വസിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആയിക്കോട്ടെ. തീർച്ചയായും ഈ നിമിത്തങ്ങൾ, ഈ അനിഷ്ടങ്ങൾ, അതൊന്നും ശരിയല്ല എന്ന് അയ്യപ്പൻ തന്നെ കാട്ടിത്തന്നതായിരുന്നു ഈ കരിന്തിരി കത്തി വിളക്ക് അണയുന്നത്. 2019 നവംബർ 16 ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചിത്രം ഈ ദുർനിമിത്ത കഥയാണ് പറയുന്നത്. കട്ടുകട്ട് കെട്ട നാളമായി എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ് രജിസ്റ്ററിൽ ഒപ്പിട്ടപ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കെടുന്നു. ഇതായിരുന്നു അന്ന് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ. 2019 നവംബർ 15 എൻ വാസു ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ. വേദിയിൽ സജ്ജീകരിച്ച അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് 2 തിരികൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം സത്യപ്രതിജ്ഞ നടന്നു. സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ ഒരു തിരി കെട്ടു. രജിസ്റ്ററിൽ ഒപ്പിട്ടപ്പോൾ 2ാമത്തെ തിരിയിലെ ദീപവും അടഞ്ഞു. കട്ടുകെട്ട് കെട്ട നാളങ്ങമായി എന്ന അന്നത്തെ ജന്മഭൂമി ക്യാപ്ഷൻ വീണ്ടും വൈറലാകുന്നുവെന്നതാണ് വസ്തുത. 2018 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ. മാത്രമല്ല, ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തും വാസുവിനായിരുന്നു ചുമതല. അതിനുശേഷമാണ് വാസു ദേവസ്വം പ്രസിഡന്റായി എത്തുന്നത്. ചടങ്ങിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോൾ റിമാൻഡിലുള്ള സുധീഷും പങ്കെടുത്തിരുന്നു. സത്കർമ്മങ്ങൾക്കിടയിലെ കരിന്തിരി കത്തുന്നത് ദുർനിമിത്തവും വരാനിരിക്കുന്ന അപകടങ്ങളുടെ സൂചനയുമാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരികെട്ടത് കരിന്തിരി കത്തി എന്ന വാചകത്തിൽ ജന്മഭൂമി അന്നു തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. തിരുവനന്തപുരം ലേഖകനായ അനീഷ് ഐലമാണ് ഈ ചിത്രം അന്ന് തയ്യാറാക്കിയത്. വാർത്തയും അനീഷ് ഐലത്തിന്റെ ബൈലൈനിലാണ് വന്നതും. സ്ത്രീ പ്രവേശന കാലത്ത് വാസുവായിരുന്നു നവോത്ഥാനത്തിനായി മുന്നിൽ നിന്നത്. ദ്വാരപാലക ശില്പത്തിലെ കൊള്ള നടന്നത് അതിനു മുൻപാണ്. സ്ത്രീ പ്രവേശന ശേഷമാണ് വാസു പ്രസിഡന്റായതും. ആ ചടങ്ങിലാണ് തിരുനാളം അടഞ്ഞതും. ഇതെല്ലാം വിശ്വാസ വഴിയിൽ കാണുകയാണ് ഭക്തർ. അതുകൊണ്ട് ജന്മഭൂമി വീണ്ടും ഈ ചിത്രം വാർത്തയാക്കുമ്പോൾ അത് ഭക്തരും ഏറ്റെടുക്കുകയാണ്. വാസു പ്രസിഡന്റായ ശേഷം കോവിഡ് എത്തി. അന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. അതിനുശേഷം വാസുവിന് കോവിഡും വന്നു. ഇപ്പോൾ അറസ്റ്റും. സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിനെ കേസിൽ 3ാം പ്രതിയാക്കിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 എൻ വാസു ദേവസ്വം പ്രസിഡന്റ് കമ്മീഷണറായിരുന്നു. സ്വർണ്ണപ്പാളി കണ്ടെത്തിയ കേസിലാണ് അറസ്റ്റ്. വാസു കമ്മീഷണറായിരുന്ന കാലയളവിൽ ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്ന കേസിലെ ആരോപണം വരുന്നുണ്ട്. മുരാരി ബാബു വാസുവിനെതിരെ നിർണായക മൊഴിയാണ് നൽകിയത്. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുള്ളത്. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിന് എതിരാണ്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകി. ഇത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വാസുവിനെ കേസിൽ 3ാം പ്രതിയാക്കുകയായിരുന്നു. മാർച്ച് 31 കമ്മീഷണർ ആസ്ഥാനത്ത് നിന്ന് മാറിയ വാസു എ പത്മകുമാറിന്റെ പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് ആവുകയായിരുന്നു. സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇത് പെൺകുട്ടികളുടെ വിവാഹത്തിന് ചെലവഴിക്കേണ്ടതാണെന്നും ചോദിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത് എൻ വാസു പ്രസിഡന്റായിരിക്കെയാണ്. ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കില്ല എന്നുമായിരുന്നു വാസുവിന്റെ പ്രതികരണം. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ട് എന്ന് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നാണ് ഇക്കാര്യത്തിൽ വാസുവിനെതിരെ ഉയരുന്ന ആരോപണം.